ഒരു കാലത്ത് കേരളത്തിന് തലവേദനയായിരുന്ന ഒരു സംഘടനയാണ് സിമി. കേരളത്തിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വേര് മുളപ്പിക്കുന്ന ഒരു സംഘടനയായിരുന്നു സിമി. ഇപ്പോൾ അത് നിരോധിച്ച കാര്യം നമുക്കറിയാം. അവർ വീണ്ടും ഒരു തിരിച്ചുവരവിനുള്ള ശ്രമം നടത്തി, പക്ഷെ അത് കോടതി തടഞ്ഞിരിക്കുകയാണല്ലോ. അതെ, തിരിച്ചുവരവിനുള്ള ശ്രമം അവർ ഏറെക്കാലമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ 2024 ട്രൈബ്യൂണലിൻ്റെ ഒരു വിധി ഉണ്ടായി. ഈ നിരോധനം ശരിവെച്ചുകൊണ്ട് വീണ്ടും 5 വർഷത്തേക്ക് കൂടെ നിരോധനം നീട്ടിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ഒരു ഉത്തരവ് ഇറക്കിയിരുന്നു. ആ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഈ സിമിയുടെ മുൻ സിമി അംഗം ഒരു അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ആ വ്യക്തിയാണ് പോയത് കോടതിയിൽ. അവിടെ സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതി എന്ത് ചെയ്തു? ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക പോലും ചെയ്യാതെ അത് തള്ളിക്കളഞ്ഞു. അതായത് ട്രൈബ്യൂണലിൻ്റെ ഉത്തരവ്, ഈ കേന്ദ്ര സർക്കാരിൻ്റെ നിരോധനം ശരിവെച്ചുകൊണ്ടുള്ള ട്രൈബ്യൂണൽ ഉത്തരവിനെ എതിരെ അത് ചോദ്യം ചെയ്തുകൊണ്ട് സമർപ്പിച്ച ഹർജിയാണ് പരിഗണിക്കുക പോലും ചെയ്യാതെ സുപ്രീം കോടതി തള്ളിക്കളഞ്ഞത്. ഈ സിമി നമ്മൾ വിചാരിക്കുന്നത് പോലെ കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സംഘടനയല്ല. കേരളത്തിലും അവർ ഉണ്ടായിരുന്നു. അവർ ശരിക്കും 1977 അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലാണ് ഈ സിബി ജന്മം കൊള്ളുന്നത്. സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെൻറ്റ് ഓഫ് ഇന്ത്യ, ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗമായിട്ടാണ് ഇവർ ആരംഭിക്കുന്നത്. അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഇസ്ലാമികവൽക്കരിക്കുക. അതായത് ഭാവിയിൽ ഇസ്ലാമിന് സ്വാധീനമുള്ള, ഇസ്ലാമിക ചിന്താഗതിക്ക്, ഇസ്ലാം ആശയത്തിന് ഒക്കെ സ്വാധീനമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. ആ തരത്തിൽ അവർ ഈ ഇന്ത്യയെ ഇസ്ലാമികവൽക്കരിക്കാൻ എങ്ങനെ, ജിഹാദിലൂടെ, വളരെ വ്യക്തമാണ്. അപ്പോൾ വളരെ കൃത്യമായിട്ട് ഇവർക്ക് ആരംഭം തൊട്ടേ ഈ എന്താ പറയുക, ഒരു ഭീകരവാദ സ്വഭാവമുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. എനിക്ക് തോന്നുന്നു അത് ഒരു പരിധിവരെ അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോഴുള്ള ഭീകരവാദ സംഘടനകൾ എടുത്തു നോക്കിയാൽ, പ്രത്യേകിച്ച് കേരളത്തിലെ സംഘടനകൾ എടുത്തു നോക്കിയാൽ ആ സിമിയുടെ പ്രവർത്തകനാണ്. തീർച്ചയായിട്ടും പിന്നീട് സിമിയാണ് പോപ്പുലർ ഫ്രണ്ടായിട്ട് മാറിയിരിക്കുന്നത്, സിമിയാണ് PDP ആയിട്ട് മാറിയിരിക്കുന്നത്, സിമിയാണ് ഇന്ത്യൻ മുജാഹിദീനായിട്ട് മാറിയിരിക്കുന്നത്. വളരെ വ്യക്തമാണ്. ഇന്ത്യൻ മുജാഹിദീൻ കൃത്യമായിട്ട് അന്വേഷണ ഏജൻസികൾ പറയുന്നു സിമി തന്നെയാണ്, സിമിയുടെ പുതിയ രൂപമാണ്. അപ്പോൾ ഈ സിമി തുടക്കത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗമായിട്ടൊക്കെ ആരംഭിച്ച് മുന്നോട്ട് പോയി. ഇതിൻ്റെ തീവ്രത കൂടിക്കൂടി വന്നപ്പോൾ ഇത് ജമാഅത്ത് ഇസ്ലാമിക്കും വലിയ വെല്ലുവിളിയായി അവർ. കാരണം ജമാഅത്ത് ഇസ്ലാമി നമുക്കറിയാം, അയോധ്യ രാമജന്മഭൂമി പ്രശ്നവുമായി ബന്ധപ്പെട്ട് ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള സംഘടനകളെ നിരോധിച്ചിരുന്നു. ആ നിരോധനം പിന്നീട് അവർ കോടതിയിൽ പോയി നിരോധനം നീക്കിയെങ്കിലും പല കാലങ്ങളിലായിട്ട് ജമാഅത്ത് ഇസ്ലാമിയെ സർക്കാർ നിരോധിച്ചിട്ടുണ്ട്. ഈ സിമിയെ നിരോധിക്കുന്ന സന്ദർഭത്തിലും അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ ജമാഅത്ത് ഇസ്ലാമിക്ക് മനസ്സിലായി ഇതിൻ്റെ അപകടം എന്താണ്. അപ്പോൾ അവൾ വളരെ മയത്തിൽ ഈ സിമിയെ അങ്ങ് തള്ളി പറഞ്ഞു. ഞങ്ങൾക്ക് സിമിയുമായിട്ടൊരു ബന്ധവുമില്ല, അതൊരു സ്വതന്ത്ര സംഘടനയാണ്, ഞങ്ങൾക്കുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ജമാഅത്ത് ഇസ്ലാമി അത് തള്ളിക്കളഞ്ഞുകൊണ്ട്, അതിനെ തള്ളി പറഞ്ഞുകൊണ്ട് SIO, സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചു സിമിക്ക് പകരം. അപ്പോൾ അതാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗമായിട്ട് ഇന്ന് അറിയപ്പെടുന്നത്. അവരും ഒട്ടും വ്യത്യസ്തരല്ല. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്നേ ഉള്ളൂ. ആശയം ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ 77 രൂപീകരിച്ച സിമി ഇങ്ങനെ അവരുടെ വളരെ പഴയ ഒരു മുദ്രാവാക്യം നമ്മൾ കേട്ടിട്ടുണ്ട്, ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്നാണ് അവർ അവരുടെ സ്ലോഗൻ ഉയർത്തിയത്. പക്ഷേ അതിന് RSS ഒരു മറുപടി കൊടുത്തു. ഇസ്ലാമിൻ്റെ അന്ത്യം ഇന്ത്യയിൽ എന്ന് പറഞ്ഞായിരുന്നു ആ മറുപടി. അങ്ങനെ അപ്പോൾ ഈ RSSൻ്റെ മറുപടി വന്ന ഉടനെ തന്നെ ഈ സിമി അവരുടെ ആ പൊക്കൊണ്ടിരുന്ന രീതി ഒന്ന് മാറ്റി ശകലം. RSSുമായിട്ട് നേരിട്ടൊരു ഏറ്റുമുട്ടലിന് പോകാതെ വളരെ തന്ത്രപരമായ സമീപനത്തിലൂടെ, ആശയപ്രചാരണത്തിലൂടെ അവർ മുന്നോട്ട് പോകാൻ ശ്രമിച്ചു. പക്ഷേ 2001 ഈ നമ്മുടെ പാർലമെൻറ്റ് ആക്രമണ കേസ്, അതുപോലെ തന്നെ അമേരിക്കയിലെ ട്വിൻ ടവർ, നമ്മുടെ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമിച്ച കേസ്, ഇതിലെല്ലാം വളരെ അറിയാലോ, ഇരട്ട ഗോപുരം, ഈ കേസിലെല്ലാം അൽ ഖ്വയ്ദയ്ക്ക് പങ്കുണ്ട് എന്ന് തെളിഞ്ഞു. അൽ ഖ്വയ്ദയാണ് ഇത് ആസൂത്രണം ചെയ്തത്. അതായത് ഈ അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണം, അമേരിക്കയ്ക്ക് നേരെ നടന്ന ആ ആക്രമണം അൽ ഖ്വയ്ദയുടെ ആസൂത്രണത്തിലും
അൽ ഖ്വയ്ദയുടെ നേതൃത്വത്തിലുമാണ് അത് അരങ്ങേറിയത്. അപ്പോൾ അത് വ്യക്തമായ തെളിവെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ ഇന്ത്യയിൽ ഈ സിമി എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന അല്ലെങ്കിൽ സിമി എന്ന് പറയുന്ന തീവ്രവാദ സംഘടന അൽ ഖ്വയ്ദയുമായിട്ട് നിരന്തരം ബന്ധം പുലർത്തുകയും അവരിൽ നിന്ന് സാമ്പത്തിക സഹായം സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്ന സംഘടനയാണ് എന്ന് വ്യക്തമായി. അങ്ങനെ വ്യക്തമായപ്പോൾ കേന്ദ്ര സർക്കാർ ഈ പാർലമെൻറ്റ് ആക്രമണം കൂടെ മുന്നിൽ നിർത്തി സിമിയെ അങ്ങ് നിരോധിച്ചു. ആ നിരോധനത്തിനെതിരെ അതിപ്പോൾ ഏതാണ്ട് 24 വർഷമാകുന്നു നിരോധനം വന്നിട്ട്, 1/4 നൂറ്റാണ്ടാകുന്നു. 5 വർഷത്തേക്കാണ് നിരോധിച്ചത്. ആ നിരോധനം ചോദ്യം ചെയ്ത് അവർ ട്രൈബ്യൂണലിൽ പോയി, അവിടെ തള്ളി. അത് പിന്നെ സുപ്രീം കോടതി പോയി, സുപ്രീം കോടതിയും നിരോധനത്തെ ശരിവെച്ചു. 2006 ഡോക്ടർ മൻമോഹൻ സിംഗ് സർക്കാർ വന്നപ്പോൾ അവരും ആ നിരോധനത്തെ നീട്ടണമെന്ന് ആവശ്യപ്പെട്ടു. അവർ BJP മാറി, BJP ഭരണകാലത്ത് AB വാജ്പേയി സർക്കാരിൻ്റെ ഭരണകാലത്താണ് ഇതിനെ നിരോധിക്കുന്നത്. പക്ഷെ BJP മാറി കോൺഗ്രസ് വന്നിട്ടും ആ നിരോധനത്തിനെതിരെ നീങ്ങാനല്ല കോൺഗ്രസ് ശ്രമിച്ചത്. കോൺഗ്രസും ആ മാർഗം തന്നെ പിന്തുടർന്ന് ഒരു വട്ടമല്ല 2 വട്ടം അവരെ നിരോധിക്കണം എന്ന് ആവശ്യപ്പെട്ടു. പിന്നീട് അത് കഴിഞ്ഞ് നമുക്കറിയാം മോദി സർക്കാർ വന്നപ്പോഴും മോദി സർക്കാരും അത് തന്നെ തുടർന്നു. ഇപ്പോഴും ഈ മോദി സർക്കാർ അവരുടെ നിരോധനം 5 വർഷത്തേക്ക് കൂടെ നീട്ടി. ആ നീട്ടിയത് ചോദ്യം ചെയ്ത് ട്രൈബ്യൂണലിൽ പോയെങ്കിലും അവിടെ രക്ഷ കിട്ടിയില്ല. ആ ട്രൈബ്യൂണൽ ഉത്തരവിനെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതി ചെന്നപ്പോൾ സുപ്രീം കോടതി ഹർജി കേൾക്കാൻ പോലും തയ്യാറാകാതെ അതിനെ പരിഗണിക്കാതെ തള്ളുകയായി. അപ്പോൾ നമ്മൾ ഈ സിമിയെക്കുറിച്ച് പറയുമ്പോൾ കുറച്ചുകൂടെ ചില കാര്യങ്ങൾ അതിനകത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്നൊരു ഇന്നിപ്പോൾ മുസ്ലിം ലീഗിൻ്റെ പല MLA മാരും പല MP മാരും ഒക്കെ ഈ പഴയ സിമിക്കാരോ അല്ലെങ്കിൽ സിമിയുടെ ചിന്തകളിൽ ആകൃഷ്ടരായവരോ ആണ്. മുസ്ലിം ലീഗ് മാത്രമല്ല, മുസ്ലിം ലീഗ് മാത്രമല്ലോ, അതെ, LDF-ലും ഉണ്ട് അത്തരം നേതാക്കൾ, കോൺഗ്രസിലുണ്ട് അത്തരം നേതാക്കൾ. അവരെല്ലാം പിന്നീട് ഈ സിമി അപകടകാരിയാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർക്കൊക്കെ രാഷ്ട്രീയ മോഹങ്ങൾ ഉള്ളതുകൊണ്ട് സിമിയിൽ നിന്നാൽ ആ രാഷ്ട്രീയ മോഹങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ ഇങ്ങോട്ടേക്കൊക്കെ പല പല ലാവണങ്ങളിലേക്ക് നുഴഞ്ഞു കയറി. അങ്ങനെ നുഴഞ്ഞു കയറാൻ സിമിക്കും അവരെ പ്രോത്സാഹിപ്പിച്ചു. അവർ നുഴഞ്ഞു കയറി അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾ നമ്മുടെ ആശയപ്രചാരണം നടത്തുക എന്നൊരു നയമാണ് സിമിയും സ്വീകരിച്ചത്. എന്തായാലും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ സിമി രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഈ തീവ്രമായ ഇസ്ലാമിക ആശയങ്ങൾ പഠിച്ചും പഠിപ്പിച്ചും വിദ്യാർത്ഥി സമൂഹത്തെ അവർ കയ്യിലെടുത്തു. അങ്ങനെ ആ വിദ്യാർത്ഥി സമൂഹം വളർന്നു വന്ന് വലിയ ഇന്നിപ്പോൾ അതൊരു പുതിയ തലമുറയായി മാറും. അത് ആ തലമുറ കുറേ കാലം നിൽക്കും. അപ്പോൾ തൊട്ട് പുറകെ വരുന്ന പുതിയ തലമുറകളെ ഇങ്ങനെ വളരെ കൃത്യമായിട്ട് ഇസ്ലാമിലേക്ക് ആകർഷിക്കാൻ അല്ലെങ്കിൽ ഇവരുടെ സിമിയുടെ ആശയങ്ങളിലേക്ക് ആകർഷിക്കാൻ അവർ വേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട്. 93 നമ്മുടെ കോഴിക്കോട് നാദാപുരത്ത് രൂപീകരിക്കപ്പെട്ടൊരു സംഘടനയാണ് NDF, നാദാപുരം ഡിഫൻസ് ഫോഴ്സ്. ഇപ്പോഴത്തെ നമ്മളെ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിൻ്റെ പൂർവ്വരൂപം. ആ NDF രൂപീകരിച്ചതും പിന്നെ NDF-ൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയതും അവിടുത്തെ CPM-ൻ്റെ അക്രമ രാഷ്ട്രീയത്തെ നേരിടാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് അത് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്തിരുന്ന ഒരാൾ, പഴയ സിമിക്കാരൻ, അത് ഏറ്റെടുക്കുകയും NDF-നെ നമ്മൾ ഇന്ന് കാണുന്ന തരത്തിലേക്ക് വളർത്തുകയും ചെയ്തു. ആ NDF ആണ് പിന്നീട് പോപ്പുലർ ഫ്രണ്ടായി മാറിയത്. അപ്പോൾ പോപ്പുലർ ഫ്രണ്ട് കേരളത്തിലെ NDF-ഉം തമിഴ്നാട്ടിലെ NDF-ന് സമാനമായൊരു സംഘടനയുണ്ട്, കർണാടകത്തിലുണ്ട്, ആന്ധ്രയിലുണ്ട്, ഉത്തരേന്ത്യയിലുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഒരു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് ഒരു സംഘടന രൂപീകരിക്കുകയായിരുന്നു. അത് നമുക്കറിയാം, ഈ പാലസ്തീനിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് പാലസ്തീൻ എന്ന് പറയുന്ന സംഘടനയുണ്ട്. അതുപോലെ ഒരു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു സംഘടന അവർ രൂപീകരിക്കുകയായിരുന്നു. ആഗോള മുസ്ലിം തീവ്രവാദ ബന്ധമുള്ള ഒരു സംഘടനയാക്കി അതിനെ മാറ്റി. അപ്പോൾ ആ സംഘടനയെ ആണ് നിരോധിച്ചിരിക്കുന്നത്. പക്ഷെ അതിൻ്റെയും വേരുകൾ ചെന്നെത്തി നിൽക്കുന്നത് സിമിയിലാണ്. വളരെ കൃത്യമായിട്ട് സിമിയിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടാണ് ഈ പറയുന്ന സംഘടനകളെല്ലാം, അത് NDF ആയാലും പോപ്പുലർ ഫ്രണ്ട് ആയാലും അതുപോലെ ഇന്ത്യൻ മുജാഹിദീൻ ഈ സിമിയുടെ കൃത്യമായ ഒരു പുതിയ രൂപമാണ്. നമുക്കറിയാം, അവർ കർണാടകത്തിൽ ബാംഗ്ലൂർ സ്ഫോടനം, അതുപോലെ അഹമ്മദാബാദ് സ്ഫോടനം 2008 ഇതൊക്കെ നടപ്പാക്കിയ സ്ഫോടന പരമ്പരകൾക്ക് കാരണമായത് ഇന്ത്യൻ മുജാഹിദീനാണ്. ആ ഇന്ത്യൻ മുജാഹിദീനെ വളരെ കൃത്യമായിട്ട് കണ്ടെത്താനും നിരോധിക്കാനും അതിൻ്റെ നേതൃനിരയിലുള്ളവരെ അറസ്റ്റ് ചെയ്യാനുമൊക്കെ നമ്മുടെ രാജ്യത്തെ അന്വേഷണ ഏജൻസികൾക്ക് സാധിച്ചു.
അതൊരു വലിയ വിജയമാണ്. ഇപ്പോൾ ഈ സിമി അടുത്ത കാലത്തൊന്നും ഇനി സിമിക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം ലഭിക്കില്ല. ഒരു തവണ കൂടെ അവരെ നിരോധിച്ച ആ നടപടി സുപ്രീം കോടതി അടക്കം ഇപ്പോൾ ശരിവച്ചിരിക്കുകയാണ്. ഭാവിയിൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കാരണം ഇവർ വെറുതെ ഇരിക്കില്ല. അവരെ നിരോധിച്ചെങ്കിലും അവർ പല രൂപത്തിലും ഭാവത്തിലും മറ്റു പല സംഘടനകളിലും നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഇരുന്നു കൊണ്ട് അവർ തങ്ങളുടെ ആശയപ്രചരണം നടത്താൻ ശ്രമിക്കും. തങ്ങളുടെ ഈ പറയുന്നത് പോലെ രാജ്യത്ത് എന്തൊക്കെ വിധ്വംസക പ്രവർത്തനങ്ങൾ, വിഘടനവാദങ്ങൾ ഉയർത്താൻ സാധിക്കുമോ അതെല്ലാം അവർ ചെയ്യും. വേഷം മാറി മറ്റു പല സംഘടനകളിലേക്കും അവർ നുഴഞ്ഞു കയറിയിരിക്കുകയാണ്. ആ സംഘടനയെ മാത്രമേ നിരോധിക്കാൻ സാധിച്ചിട്ടുള്ളൂ. ആ ആശയത്തെ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കാൻ സാധിച്ചിട്ടില്ല. അതിനുള്ള പരിശ്രമമാണ് വാസ്തവത്തിൽ ഇനി നടക്കേണ്ടത്.